എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. തഗ് ലൈഫ് മണിരത്നം സംവിധാനം ചെയ്ത് കമൽ ഹാസൻ നായകനായ സിനിമയാണ്. സിനിമയുടെ റോസ്റ്റ് വീഡിയോ ഇങ്ങനെ ചറപറ വരുന്നുണ്ട്. ഒരുപാടെണ്ണം, അതിൽ 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഒന്ന് തിരുവനന്തപുരം കേട്ടോ, തകർത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അതെ, കണ്ടു നോക്കാം. കണ്ടവർ പറഞ്ഞത് അങ്ങനെയാണ്. ഇതൊന്ന് കണ്ടു നോക്കണേ, നിങ്ങൾ ഇതുവരെ തിരുവനന്തപുരം ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കങ്ങനെ പാർഷ്വാലിറ്റി ഒന്നുമില്ല, എല്ലാവരുടെയും എടുക്കും. അതത്രേ ഉള്ളൂ. അല്ല പിന്നെ റെഡി. തിരുവനന്തപുരം നമ്മൾ ചെയ്തിട്ടില്ലേ? തിരുവനന്തപുരന്റെ ചെയ്തിട്ടുണ്ട്, ഗോട്ടിന്റെ ഒക്കെ ചെയ്തിട്ടില്ലേ? ഏതോ ചെയ്തിട്ടുണ്ടെന്നാണ് ഓർമ്മ. ഓക്കെ, അപ്പോൾ കാണാം. ഊക്ക് ലൈഫ് എന്നാണ് ആള് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണല്ലോ സത്യം. പിൻവളി നായക, ഇത് ഇന്ത്യ താത്തയല്ലേ? പടം മാറിപ്പോയാന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. 2 താത്തമാരും വേറല്ല. അതിലുള്ള ഊക്കൊട്ടി താത്ത തന്നെയാണ് ഇതിലും ഉള്ള ഊക്ക് താത്ത. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിൻവളി നായകൻ പറമ്പിൽ മുക്കി വെളിക്കിറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കുറെ പേര് കൊല്ലാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഒരു എൻകൗണ്ടറിനിടയിൽ പിൻവളിയുടെ ചേട്ടനായ നാസർ ഒരു പത്രക്കാരനെ എന്തിനോ വേണ്ടി വെടിവെച്ച് കൊല്ലുന്നു. ആ പത്രക്കാരന്റെ മോനാണ് നമ്മുടെ ചിലംബരസൻ. പണ്ടേ തന്നെ കൃത്രം പിടിച്ചവനായി പിൻവളി ആ പെങ്ങളെയും ആങ്ങളെയും പിരിച്ച് ആ പയലിനെ എടുത്തോണ്ട് പോകുന്നു. സത്യമേ. അങ്ങനെ ചിമ്പു വലുതായി പിൻവളിയുടെ അടിമയായി. പിൻവളി വലിയ ഡോണുമായി അധോലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസറിന്റെ മോളെ തേച്ച് വഞ്ചിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചവനെ കൊന്നിട്ട് പിൻവളി ജയിലിലേക്ക് പോകുന്നു. ഇത്രയും വലിയ ഡോണിന് ഒരു കൊലപാതകം ചെയ്തപ്പോൾ തന്നെ എന്തിനാണ് ജയിലിൽ പോണത്? അപ്പൊ പിന്നെ എങ്ങനെ ഡോൺ ആയത്? എന്തെങ്കിലും ഔട്ട്. ജയിലിൽ പിൻവളിയെ കാണാൻ വേണ്ടി വരികയാണ് ഇന്ദ്രാണി പിൻവളിയുടെ ഒരു സെറ്റപ്പാണ്. പണ്ട് ചിമ്പുവിന്റെ പെങ്ങളായതുകൊണ്ട് എന്നാ കയ്യിലിരിപ്പ് വെച്ചിട്ട് വല്ല ബാറിലും കാണുമെന്ന് വിചാരിച്ച് ബാർ ഡാൻസർമാർ അന്വേഷിച്ച് പോണ സമയത്ത് നീ വന്ന് ചന്ദ്രയാ? ഞാൻ ചന്ദ്രയല്ല, ഇന്ദ്ര. എന്തിരെങ്കിലും ഇന്ദിര പോവാ. ജയിലിൽ പോവാത്ത അവസരങ്ങളിൽ ഇന്ദ്ര വീഡിയോ എടുത്തും അയച്ചു കൊടുക്കാറുണ്ട്. ഒന്നും വേണ്ട എനിക്ക്, മതിയായി എനിക്ക്. ജയിലിൽ നിന്നിറങ്ങിയ ഊക്ക് താത്ത ഇന്ദ്രാണിയെ കാണാനാണ് പോയത്. അവിടെ പോയി ഒരാഴ്ച സുഖമായി താമസിക്കുകയും ചെയ്തു. മണി സാർ കുറുമ്പിത്രി കൂടുന്നുണ്ട് കേട്ടോ. பாத்திரம் உருளுது, இடையில பாட்டு சத்தம், பாம்பு படையெடுத்த மாதிரி புஸ்ஸு புஸ்ஸுன்னு ഇന്ദ്രനടയിൽ മണിയടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഭാര്യയുടെ അടുത്ത് മണിയടിച്ചോണ്ട് പോവുകയാണ് ഊക്ക് താത്ത. അവിടെ ചെന്നപ്പോ நீங்க அதை சொல்லுங்க, நீங்க யாருன்னே எனக்கு தெரியாது. ഭാര്യ അവീതത്തെ കുറിച്ച് ചോദിച്ചപ്പോ വരയ്ക്കാൻ കഴിവുള്ള ഒരാളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്ക്. വരയ്ക്കാൻ കഴിവില്ലാത്ത ആളിന് ഒത്തിരി നാളത്തെ ട്രെയിനിങ് കൊടുത്താല് ഒരു ഈ കുട്ടി അവിടെ നിൽക്കുന്ന ആ ദരിദ്രയായ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ജോലി ചെയ്യിക്കാന്ന് ആലോചിക്കുന്ന ആള് വന്ന് അവരെ വിളിച്ചോണ്ട് പോയെന്ന് വരും. അത് കണ്ടിട്ട് അവരെ നർച്ചർ ചെയ്യുവാണെന്ന് തെറ്റിദ്ധരിച്ചു കളയരുത്. രംഗരായന്റെ മോളുടെ കല്യാണം നടക്കുന്ന സമയത്ത് പെങ്ങളെ കുറിച്ചാണ് പറയണേ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ആ തന്തേ അതിന്റെ ഇടയ്ക്ക് രംഗരായൻ കൊന്നിട്ട് പോയവന്റെ ടീം വന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗരായൻ ഒരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഒരു വെടിയും വെച്ചു കൊടുക്കുന്നു. എന്നിട്ടും രംഗരായൻ ചത്തില്ല. അപ്പോഴേക്കും ആശുപത്രിയിൽ മൊണ്ണേഷായ പോലീസ് വരുന്നു. ഓർമ്മിച്ചു എല്ലാവരും. ചിമ്പുവിന്റെ അടുത്ത് ചിമ്പുവിന്റെ അച്ഛനെ കൊന്നത് രംഗരായനാണെന്നും പറഞ്ഞുകൊണ്ട് നാസറും ടീമുകളും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. കൈലാസത്തിലോ മാനസ സരോവരത്തിലോ എവിടെയോ ഒരിടത്ത് ടൂർ പോയ രംഗരായനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് യവന്മാരെല്ലാം കൂടി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് ഒരു കൊക്കേര മണ്ടേന്ന് ചിമ്പു അവനെ തള്ളിയിടുന്നു. അവിടെ നിന്ന് ഇടിച്ചുടിച്ച് താഴെ വീണ് 2 ബുള്ളറ്റ് മാറ്റി വെച്ചുകൊണ്ട് മഞ്ഞിൽ വീണ രംഗരായൻ രക്ഷിക്കാൻ ഒരു മൂപ്പനെയും കാണാത്തോണ്ട് മൂപ്പൻ അന്വേഷിച്ച് യാത്രയായി. പ്രകൃതി പോലും വെറുതെ വിട്ടില്ല. ഒരു മഞ്ഞിടിച്ചിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് നേരെ മൂപ്പന്റെ താമസിക്കുന്ന താവളത്തിൽ വന്ന് രംഗരായൻ പെടുകയാണ്. ഈ ഗ്യാപ്പിൽ ചിമ്പു വന്ന് ഇന്ദ്രാണിയെ തൂക്കുന്നു. കിളവൻ ചത്തല്ല, ഇനിയിപ്പോ അവനെങ്കിൽ അവനെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച മാത്രമേ തന്നെ ഇന്ദ്രാണി അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും. 2 വർഷം കഴിഞ്ഞ് കുംഫൊക്കെ പഠിച്ചിട്ട് ഇന്ത്യൻ താത്തയായിട്ട് തിരിച്ചു വരികയാണ് നമ്മുടെ ഊക്കുവണ്ടി. ഈ 2 വർഷം അത് മനസ്സിൽ വയ്ക്കാതെ അവരെ ഫോം വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ചത്തിട്ടില്ല തിരിച്ചു വരുമെന്ന്. കുംഫു പഠിച്ചുവെന്ന് കാണിക്കാൻ വേണ്ടി ഇന്ത്യൻ താത്ത പിന്നെ ഈ കുംഫുവിന്റെ കോസ്റ്റ്യൂം മാറ്റുന്നില്ല. എന്നിട്ട് തന്റെ പ്രതികാരങ്ങൾ ആരംഭിക്കുന്നു.
എന്നിട്ട് കുറുവി കൊണ്ട് ഭാര്യയുടെ അടുത്ത് പോയപ്പോൾ ഭാര്യ யார் நீங்க വീണ്ടും എപ്പടി പോയാലും இந்த ഡയലോഗ് മട്ടുംതാ നീ ഇത് ടെംപ്ലേറ്റ് ആക്കി വച്ചിരിക്കുന്നാടി. கிட்ட வந்தானா வெட்டிடுவேன். പെണ്ണും പിള്ള വെട്ടിവിടുമെന്ന് പറഞ്ഞു കേട്ട് അടുത്ത് ഈ അമ്മച്ചി വളയ്ക്കാൻ വേണ്ടി പോകുന്നു. உடஞ்சு கிடக்கு ഞാൻ പോണ പൊന്നു. யாரும் அழிக்க முடியாதியா? എന്റെ പൊന്നെ. പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പ് എന്നെ താത്തയെ പോലീസ് പിടിച്ച്. കള്ള കരുനാക്ക് പാണ്ടി കരിമ്പാറക്കളം. എന്നാ വാ, പോവാ. இப்ப என்ன? ഇപ്പൊ എന്നാ இப்ப என்ன? ഇപ്പൊ എന്നാ எனக்கு என்னடா? எனக்கு என்ன? പഴയ പോലീസ് ബാബുരാജിന്റെ മോനാണ് പുതിയ പോലീസ്. അവന്റെ ഡിവോഴ്സായ ഭാര്യയാണ് ഐശ്വര്യലക്ഷ്മി. 48 മണി നേരം. ഈ ത്രട്ടുള്ള സാഹചര്യത്തിൽ ഒരു സെക്യൂരിറ്റിയെ പോലും വയ്ക്കാതെ പോവുകയാണ് ഡോണായിട്ടുള്ള നാസർ. അപ്പോഴേക്കും താത്ത അയാളെ തൂക്കുന്നു. இந்த பக்கம் இறங்கு. தம்பின்னு கூப்பிடாத, இறங்குடா. இந்த பக்கம் பேரு வச்சிருந்தா. அதெல்லாம் தெரியும் எனக்கு. இறங்குடா இந்த பக்கம். இறங்குடா இந்த பக்கம். அவனுக்கு பேர் வச்சேன் ரங்கராய சக்திவேல். எல்லாரும் விட்டாங்க. வேணாண்டா, என்ன மாதிரி ஆயிடா. நீ புத்தி வர சொல்றியா? தூக்கம் வராது. குத்த மனசை போட்டு குடையும். உன்னை தள்ளி விட்டுறேன். சரின்னு சொல்லுடா. சரி சொல்லுடா. സ്വന്തം സഹോദരനെ കൊല്ലാൻ പറ്റാതെയുള്ള വിഷമം കാണിക്കാനുള്ള കോപ്രായങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ரங்கராய சக்திவேல் தான் ஒண்ணு. ഏതാ സീൻ? ഇന്ദ്രാണിയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി താത്ത ഇന്ദ്രാണിയെ ഫോൺ ചെയ്യുന്നു. என்ன சொன்ன? தேங்க்யூ வரலன்னு சொன்னேன். ഇനിയിപ്പോ എന്ത് പിണ്ണാക്കിനടുത്ത് തൂക്കിയിട്ടോണ്ട് നടക്കുന്നത്. കുംഫു താത്തയെ പേടിച്ചോണ്ട് ഈ വണ്ടിയിൽ എയർപോർട്ടിൽ പോയി വേറെ രാജ്യത്തിലേക്ക് രക്ഷപ്പെടാൻ പോവുകയാണ് നമ്മുടെ ചിമ്പു. അപ്പോഴേക്കും വില്ലന്റെ പ്രതികാരം. പാവപ്പെട്ട തൃശയെ ബോംബ് വെച്ച് തകർത്തു. ഇയാൾ എവിടെ പോയാലും അവിടെ ദുരന്തമാണ്. വില്ലന്മാര് ചിമ്പുവിനെ അങ്ങ് തൂക്കി. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇത് ഏതാ സ്ഥലം? ഒരുത്തൻ അപകടം പറ്റി ആശുപത്രി മനസ്സിലായോ? താത്തയെ മയങ്ങി വീഴാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് നമ്മുടെ ഐശ്വര്യലക്ഷ്മി. അപ്പോഴും ആ ഉറക്കത്തിൽ താത്ത തിരിച്ചറിയുന്നു അത് ചിമ്പുവിൻ്റെ പെങ്ങളാണെന്ന്. അപ്പോഴേക്കും കുറേ വില്ലന്മാർ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അകത്ത് കയറുന്നു. ഈ ഉറക്കപ്പിച്ചിലും വില്ലന്മാരെല്ലാം അടിച്ച് ഒതവാതാക്കുന്നുണ്ട് നമ്മുടെ താത്ത. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ സമയത്താണ് തട്ടിക്കൊണ്ട് വില്ലന്മാരെല്ലാം അടിച്ച് തോപ്പിക്കുകയാണ് നമ്മുടെ ചിമ്പു. താത്ത ചിമ്പുവിനെ വിളിക്കുന്നു. இந்த சொசைட்டியை ஒரு ட்ரக் ஃப்ரீ சொசைட்டியா? സോറി, യൂണിവേഴ്സ് മാറിപ്പോയി. നമ്മൾ വിചാരിക്കും പെങ്ങളെ കിട്ടിയ കാര്യം പറയാനായിരിക്കുന്നു. അല്ല, നീ ധൈര്യമുണ്ടെങ്കിൽ വാടാന്നുണ്ട് വെല്ലുവിളിക്കുന്നു. അങ്ങനെ അവൻ അടിച്ചു അതാതാക്കി നെഞ്ചാങ്കൂട്ടിൽ ഒരു കുത്തും വെച്ചു കൊടുത്തതിന് ശേഷം താത്ത പറയാണ് അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനല്ലെന്ന്. എന്നപ്പോൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അപ്പോഴേക്കും പെങ്ങളുട്ടി അവിടെ വരുന്നു. ഡിജിപിയുടെ മകളല്ല, പോലീസ് കമ്മീഷണറുടെ ഭാര്യയല്ല, തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പെട്ടെന്ന് പൊട്ടി വീണ വില്ലൻ മരിക്കാത്തവനെന്ന് പേരുള്ള അമരനെ ഒരൊറ്റ വെടിക്ക് തീർക്കുന്നു. എന്റെ ഡോൺ സാമ്രാജ്യം കൊണ്ടുണ്ടാക്കിയ വാച്ച് പാട്ടി സത്ത ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായി പോയി. നിന്റെ ചേട്ടൻ പ്രേം ചേട്ടാ ചുമക്കേണ്ടി വരുമായിരുന്നല്ലേ ചാവട. ആത്തോടില്ല പരസ്യം കൊണ്ട് വാങ്ങിച്ച സാധനം കേട്ടോ.
നാസറിന്റെ മോള് ചാവാൻ കാരണം പിൻവളിയാണെന്ന് നാസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ട സാമ്രാജ്യത്തിലുള്ള എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം വെറുതെ കിടന്ന് ദുബായിലോട്ട് പോകാതിരുന്ന തൃഷയെ അവരെ കൂടെ കിളവിയെ കൂടി കൊലയ്ക്ക് കൊടുത്ത് മര്യാദയ്ക്ക് കിടന്ന് ഐശ്വര്യയെ വിളിച്ച് ഉടപ്പുറം തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം പിൻവളി. കർഷകനല്ലേ മാഡം? പിൻവളി നായക സാധനതേ. ഇപ്പൊ അത് പിന്നെയും കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അന്ന് തിയേറ്ററിൽ എങ്ങനെയാ ഇരുന്നേന്നാണ് ചിന്ത വരുന്നത്. അതെ, അമ്മേ ശരിക്കും ഇന്ത്യൻ 2 മുകളിലാട്ടോ. ഇന്ത്യൻ 2 ഇതിന്റെ താഴെ ഉള്ളൂ. ഇന്ത്യൻ 2വിനെക്കാളും റേഞ്ച് കിട്ട സാധനമാണിത്. അയ്യോ എനിക്ക് വയ്യ എന്റെ പൊന്നോ. എന്തല്ലേ ഗംഭീര സാധനം. അടുത്ത റോസ്റ്റും കൂടി ഒന്ന് കണ്ടോണത്. തിരുവനന്തപുരം തൂക്കി. അതാ ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞ് മൈത്രേനാട് വന്നപ്പോഴേക്കും അത് തൂക്കി. അത് കറക്റ്റാ. അയാള് അതന്നെയാണ് ഈ സാധനം. എന്നിട്ട് അയാൾ അതിനെ കുറിച്ച് വർണ്ണിക്കുന്ന കണ്ട ആ തള്ളനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആന്നേ അത് ഇത്ര വലിയൊരു സംഭവമാക്കിട്ടൊക്കെ പറയുന്നതേ. ചമ്മോ, എന്തവർക്ക് പണി? ഗ്യാങ്സ്റ്റേഴ്സാ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ആര് ഈ പെണ്ണിനെ ഒരുമിച്ച് നിർത്തും? ചന്ദ്രയാണെങ്കിൽ അതിന്റെ അപ്പുറം. ഇന്ദ്ര എന്ന് പറഞ്ഞ അന്നെ കൂടെ പോരും. ചന്ദ്രയാണ് ഇതാണെന്ന് പറഞ്ഞ ഇതും കൊള്ളായിരുന്നു. ലാസ്റ്റ് ചന്ദ്രൻ ഇതും കൊള്ളായിരുന്നു. എന്തായാലും തീർന്നിരിക്കുകയാണ്. അടുത്ത റോസ്റ്റ് ആയിട്ട് വരാം കേട്ടോ. എന്നിട്ട് വേണം കുറച്ചും കൂടി ഉണ്ട് സാധനമൊക്കെ സ്റ്റോക്ക് വെച്ചേക്കണം. പറയുന്നില്ല ഇതൊക്കെ കാണുക, ആസ്വദിക്കുക. അതല്ലേ ഞാൻ പറഞ്ഞ കുറച്ച് എക്സ്പ്രഷൻസ് മാറ്റി വെച്ചേക്കണം അടുത്തേന് കൊടുക്കാനുള്ള. നല്ല കിടുക്കനാണല്ലോ. അയ്യോ അപ്പൊ എന്തായാലും പോവാണ്. സത്യം. അയ്യോ എന്തായാലും പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.